ഇന്ന് ഫിലിപ്പൈൻസിൽ അഗ്നിപർവ്വതം പൊട്ടാൻ നിൽക്കുന്നു, പല സ്ഥലത്തും അഗ്നിപർവ്വതം പൊട്ടുന്നു. തള്ളപ്പെട്ട ദൂതന്മാർ വെട്ടുക്കിളിയുടെ രൂപത്തിൽ ഇറങ്ങി വരും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, മരിപ്പാൻ കൊതിക്കൂ, മരണം അവരെ വിട്ട് ഓടിപ്പോകും. യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യം പറഞ്ഞു. ജാതികൾക്ക് യെരൂശലേം കൊടുക്കും. രണ്ട് സാക്ഷികൾ യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി വരും. അവരെ വെട്ടിക്കൊന്ന് ലോകം മുഴുവൻ കാണും. ഉയരത്തിലെ ശ്വാസം താഴേക്ക് വരും. ആ സമയത്ത് അവർ ഉയരത്തിലേക്ക് കയറിപ്പോകും. അതിന് 3.5 വർഷം മുമ്പ് സഭയാകുന്ന മണവാട്ടി നിത്യ വീട്ടിലെടുക്കപ്പെടും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ യഹൂദന്റെ പീഡാകാലം. അതിന് സംഭവിക്കുന്നത് ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ഭക്ഷിക്കുന്ന ആഹാരം അരശേക്കൽ വെള്ളം കിട്ടാതെ ഇരിക്കും. ശരീരത്തിൽ പരുക്കൾ ബാധിച്ച് മരണത്തിന് വേണ്ടി ഓടും. അതിനുശേഷം കടകളിൽ കിട്ടുന്ന ആഹാരം എണ്ണയ്ക്ക് പകരം എണ്ണയോടൊപ്പം തന്നെ അവർക്ക് വിറകോ ഗ്യാസോ പെട്രോളോ കിട്ടാതെ അവരെന്ത് ചെയ്യും? മനുഷ്യന്റെ മലം വെയിലത്തിട്ടുണങ്ങി അത് ഭക്ഷിച്ച് അതിനകത്ത് തീ വെച്ച് ചപ്പാത്തി ചുടുന്നൊരു കാലം. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കിടക്കുക. 3 കാര്യങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മളോടുള്ള ബന്ധത്തിലും പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. വരാൻ പോകുന്നു പുകയിൽ നിന്ന് വെട്ടുക്കിളി. അതാ ദൂതന്മാർ, അപ്പല്ലോൻ അബദോൻ, തള്ളപ്പെട്ട ദൂതന്മാർ സ്ത്രീയുടെ വേഷം ധരിച്ച് പുകയിൽ നിന്ന് വെട്ടുക്കിളിയായി ഇറങ്ങി വരുന്നൊരു കാലം വരാൻ പോകുന്നു. ബൈബിൾ എടുത്താട്ടെ, അന്ത്യകാല സംഭവം. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. മനുഷ്യൻ മരണത്തിന് വേണ്ടി ഓടാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 9, 2, 3, 4. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സിസ്റ്റർ വായിക്കുന്നത് എല്ലാവരും കൂടെ വായിച്ചട്ടെ. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ ഭൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അമ്മമ്മ അവിടെ നിർത്തിയാട്ടെ. ഇനി സംഭവിക്കാൻ പോകുന്നതാ ലോകത്തിൽ എത്ര കാര്യങ്ങൾ പ്രസവിക്കാൻ കിടന്നത്. അഗ്നിപർവ്വതം പൊട്ടും. അഗ്നിപർവ്വതം അതാ പ്ലെയിൻ സർവീസ് പോലും നിലയ്ക്കും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒന്നും നടക്കത്തില്ല. ഐസ്ലാൻഡിൽ റഷ്യയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി. 40 ദിവസം ആകാശത്തിൽ പോകാം. ഇന്ന് ഫിലിപ്പൈൻസിൽ അഗ്നിപർവ്വതം പൊട്ടാൻ നിൽക്കുന്നു, പല സ്ഥലത്തും അഗ്നിപർവ്വതം പൊട്ടുന്നു. കാന്തന്റെ വരവിൽ കൈവിട്ടപ്പെട്ടാൽ സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും. ബൈബിളിൽ ഒരു വാക്ക് നമ്മൾ മറന്നുപോയി. അന്ധകാരം ഭൂമിയെയും, ബാക്കി ആരും മിണ്ടുന്നില്ല. കൂരിരുട്ട്. കരം ഉയർത്തച്ചായ കൂരിരുട്ട്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അതാ അഗ്നിപർവ്വതം പൊട്ടും പുകയാൽ. ഇനി അടുത്തത് ഭൂമിക്കടിയിൽ പാതാളത്തിൽ നിന്ന് എന്താ തള്ളപ്പെട്ട ദൂതന്മാർ വെട്ടുക്കിളിയുടെ രൂപത്തിൽ ഇറങ്ങി വരും. അടുത്ത വാക്ക് വായിച്ചട്ടമ്മേ. പുകയിൽ നിന്ന് വെട്ടുകിളി അപ്പല്ലോൻ അബദോൻ. അതാ തള്ളപ്പെട്ട ദൂതന്മാരുടെ ഗണത്തിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. വെട്ടുക്കിളിയുടെ പ്രത്യേകത അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. മതി ആ കിടക്കുന്നു. ആണ്ട് വെട്ടുക്കിളി എന്താന്ന് പുറയിലോട്ട് വായിച്ചു തരും. അതിൻ്റെ വെട്ടുക്കിളി അമ്മമ്മ വാക്യം എടുത്താട്ടെ. എൻ്റെ കമ്പ്യൂട്ടർ പത്രം ക്ലിയർ ആവുന്നില്ല. 7, 8 വേർഡ് പിന്നെ 5, 6 വായിക്കാം. വെട്ടുക്കിളി എന്താണെന്ന് 7, 8 എടുത്താട്ടെ. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് സമയച്ച കുതിരയ്ക്ക് സമം. നല്ല സ്പീഡിൽ വരുന്ന കുതിരയ്ക്ക് സമം വെട്ടുക്കിളി. അടുത്തത് സ്ത്രീയുടെ പൊൻകിരീടമുള്ളതുപോലെ മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. കിടക്കുന്ന മനുഷ്യന്റെ മുഖം സ്ത്രീ തലേ പിന്നിയോല മുടിയായിരുന്നു. സ്വോത്രം. അടുത്തത് സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. അടുത്തത് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. കിട്ടിയ അവൻ കടിച്ചങ്ങ് മുറിക്കുമെന്ന് മൃഗത്തിന്റെ പല്ല്. അടുത്ത വാക്ക് വായിക്കാം. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. യവനെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരീരത്തിൽ കവചമുണ്ടെന്ന് ദൈവസഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവകാലത്ത് നടക്കുന്നത്. അടുത്ത വാക്ക് ചിറകിന്റെ ഒച്ച. അടക്കോടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. പയറിഞ്ചൻ നെയ്യാറ്റിൻകരന്ന് പയറിഞ്ചൻ സ്റ്റാർട്ടാക്കുമ്പോൾ ഉദിയംകുളങ്ങരയും കൊടങ്ങാവിളയും കേൾക്കുന്ന പോലെ ഇത് വരുന്ന ഒച്ച കേൾക്കുന്ന ഒരു കാലം. അടുത്ത വാക്ക് അവരാരാ? ഇതെല്ലാം തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. നല്ലൊരു വാലും ഉണ്ട്, അതിനകത്ത് വിഷമുള്ളും ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഇവരാരായിരുന്നു? വായിക്കാം. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. വാല് കുത്തിയാൽ 5 മാസം മരണവേദന. ഇതെല്ലാവരും കേൾക്കണം. കോവിഡ് വന്നിട്ട് നമ്മൾ 14 ദിവസം കൊണ്ട് ഔട്ടാക്കി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇഞ്ചിച്ചാറും മഞ്ഞപ്പൊടി
അന്ന് ഓർമ്മയില്ലല്ലോ സ്വോത്രം. അതൊക്കെ പോയി സൗകര്യമാരെല്ലാം മറന്നുപോയി. എത്ര മഞ്ഞപ്പൊടി ആ കുർ അടിച്ചത്, സന്തോഷമില്ലല്ലോ സ്വോത്രം. കുഞ്ഞമ്മയെ തൊണ്ടവേദന, ഡോക്ടർ പറയും മഞ്ഞപ്പൊടി കലക്കിക്കോ അടിച്ചോ സ്വോത്രം, ഇഞ്ചിച്ചാറ് കുടിച്ചോ സ്വോത്രം. എത്ര പപ്പായ, ഒരു മനുഷ്യനും വേണ്ടാത്ത പപ്പായ മൊത്തം കൂടെ അടിച്ച് പച്ചയ്ക്കാ ജ്യൂസ് അടിച്ച് കുടിച്ചത് കോവിഡിനെ ചാടിക്കാൻ സ്വോത്രം. ബ്ലഡ് കൗണ്ട് കൂടായി. അത് 14 ദിവസം കൊണ്ട് ഔട്ടായി. യവൻ കുത്തിയാൽ, ഭാഗ്യം പുറേ പ്രസംഗമായില്ല, യവൻ കുത്തിയ 5 മാസം വേദന. യവരാരായിരുന്നു? യവനായ ഭാഷ. അതുകൂടെ വായിരം അമ്മേ. അതിന് രാജാവായിരുന്നു. ദാ കിടക്കുന്നു. ദൈവസഭ എടുക്കപ്പെട്ടാൽ അഗാധത്തിലെ ദൂതൻ, തള്ളപ്പെട്ട ദൂതൻ, പാപം ചെയ്ത ദൂതന്മാര് ദൈവം ന്യായം വിധിച്ചു. അവന്മാർ ഇറങ്ങി വരുമെന്ന് അഗാധ കൂപത്തിൽ നിന്ന്. അടുത്തത് യവനാര്? എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷ അപ്പൽ കരമുയർത്തുന്നവർക്കായി സ്വോത്രം. വേഷം മാറ്റി ദൂതൻ ഇറങ്ങുമെന്ന്. അടുത്തത് നമ്മുടെ നെയ്യാറ്റിൻകര. ഇനി ആ കാര്യം അക്കാലത്ത് വെളിപ്പാട് 9 ഇപ്പൊ പിടികിട്ടിയല്ല. ആരാ ഇറങ്ങുന്ന? തള്ളപ്പെട്ട ദൂതൻ സ്ത്രീയുടെ വേഷം ധരിച്ച് പുറകിലൊരു വാലും മുള്ളുമായിട്ട് ഒച്ചയോടുകൂടി ഇറങ്ങി വരും. 9-ന്റെ 5, 6 വാക്യം അമ്മ വായിക്കണം. ഇനിയുള്ള അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ. അതുകൊണ്ടാണ് ഞാൻ 2 വാക്യം എടുത്ത്. 5 മാസം മനുഷ്യ ശരീരത്തിൽ വേദന. അവിടെ നിൽക്കട്ടെ. നമ്മുടെ നെയ്യാറ്റിൻകരയിലെ തോമാച്ചാൻ, അമ്മാമ്മ വത്സമ്മാമ്മ, അവർ രണ്ടുപേരും രാവിലെ അച്ചായൻ മലയാള മനോരമ, അമ്മാമ്മ കാപ്പി ഇടുമ്പോൾ ദാ വെട്ടുക്കിളി പോലെ പറന്നു വരും. ഉടനെ അച്ചായൻ വിളിക്കും, വത്സമ്മേ പച്ചവെട്ടിൽ വന്നെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. നല്ല അനുഗ്രഹത്തിന് വേണ്ടി പച്ചവെട്ടിൽ വന്നെന്ന്. ചായ കൂടി കൊണ്ടുവന്ന അമ്മാമ്മയ്ക്ക് ഒരു കുത്ത് ഗ്ലാസ് വീണു. ആ സമയത്ത് ദാ കിടക്കുന്നു സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് അച്ചായന് ഒരു കുത്ത്, ഭയങ്കര നിലവിളി. കല്യാണം കഴിഞ്ഞ ജോമോനും ജ്യോതിമോളും കട്ടിലേ കിടക്കുക. ഈ വാലകത്തൂടെ കയറ്റും. AC യുടെ കാറ്റൊക്കെ ഇട്ട് വാട്സപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. വാലകത്തൂടെ കയറ്റി ഒറ്റ കുത്ത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കർത്താവിൻ്റെ പറമ്പിൽ നെയ്യാറ്റിൻകര തൊഴുക്കൽ ഇന്ന് കേട്ടോ വഴുതൂര്. രാവിലെ അച്ചായന്മാർ കടയിൽ നിന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ വരുന്നു വെട്ടിക്കിളി. രാവിലെ പത്രവാർത്ത എല്ലാം വായിച്ച് ഇസ്രായേൽ യുദ്ധമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കീ കൂക്കു, ഓരോത്തിനും ഓരോ കുത്ത്. മനസ്സിലാകുന്നവർക്കായി 5 മാസം മരണവേദന. ഒരു മരുന്ന് മയക്കത്തില്ല. ഇനിയുള്ള കാലം, ഭൂമിയിൽ മരണമില്ലാത്ത കാലം. മനസ്സിലാകുന്നവർക്കായി കർത്താവിന്റെ വരവ്. അടുത്ത വാക്കമ്മാമ വായിച്ചാട്ടെ. അവരുടെ വേദന മനുഷ്യനെ കുത്തുമ്പോൾ അതിവേദന. അന്നൊരു സംഭവം ഇവിടെ നടക്കും. അതിനുമ്പ് പെട്ടകത്ത് കയറിക്കോണം. അതായി പ്രസംഗം. ചങ്ക് കീറി ഞാൻ പ്രസംഗിക്കുന്നു സ്വോത്രം. തീരെ വയ്യ എങ്കിലും രാവിലെ 2 മണിക്കൂർ നിന്നങ്ങ് പ്രസംഗിച്ച്. രാജഭാഷന് സന്തോഷമില്ല സ്വോത്രം. പിന്നെ ഇവിടെ വന്നപ്പം കർത്തൃദാസിമാരെല്ലാം എൻ്റെ സ്നേഹിതരായതുകൊണ്ട് ഭാഷ ചായ കുടിച്ചങ്ങ് പ്രസംഗിച്ചോളാം. മനസ്സിലാക്കുന്നവർക്കായി എല്ലാം സ്വോത്രം. ആ സന്തോഷത്തിൽ അങ്ങ് ആത്മാർത്ഥമായിട്ട് പ്രസംഗിക്കുക സ്വോത്രം. ഇന്ന് പകലും അതുകൊണ്ടാണ് പ്രസംഗിച്ച്. മക്കളെ 5 മാസം ദണ്ഡിപ്പിക്കുന്ന വേദന. ഈ വാക്യം എല്ലാ സഹോദരങ്ങളും, ഞാൻ ഒരു സഭയെ കുറ്റം പറയത്തില്ല, വ്യക്തിയെ കുറ്റം പറയത്തില്ല. ഈ വാക്യം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 5 മാസത്തെ പ്രത്യേകത. അക്കാലത്ത് ബൈബിൾ എല്ലാവരും എടുത്താട്ട് ദാസി വായിച്ചു. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. അടുത്തത് കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ടോടിപ്പോകും. സ്തോത്രം. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ തേള് കുത്തിക്കഴിഞ്ഞാലേ ചിലർ മരിക്കാൻ ഓടും. നെയ്യാറ്റിൻകര റെയിൽവേ ട്രാക്ക്, അവിടെ ചെന്ന് ചാടുമ്പോൾ ക്രോമസോമുണ്ട്. ഈ ക്രോമസോം ശരീരം മുറിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. 2 നെയ്യാർ ഡാമിൽ പോകും വെള്ളത്തിൽ ചാടാൻ. അന്ന് വെള്ളത്തിൽ താഴത്തില്ല. ക്രോമസോം തല ഉയർന്ന് കിടക്കും. ടയർ ഉയർന്ന് കിടക്കുന്ന പോലെ, ട്യൂബ് കിടക്കുന്ന പോലെ കിടക്കും. ചാവത്തില്ല. അത് കഴിഞ്ഞ് വിചാരിക്കും ദാണ്ട TV ജംഗ്ഷന് മരത്തെ കയറാന്ന്. അന്നത്തെ കാലം കഴുത്തെ കുറുക്കിട്ടാൽ ഈ കഴുത്തിനകത്ത് ക്രോമസോമുണ്ട്. അത് ഡിവൈഡ് ചെയ്യുമ്പോഴേ ഇങ്ങനെ കൈയും കാലും അടിക്കുന്നത്. ചിലർക്കറിയാം കാലെല്ലാം വലിച്ച് നരമ്പ് കൈവച്ച് നഖം കീറുന്നത്. പക്ഷേ ദൈവസഭ എടുക്കപ്പെട്ടാൽ കഴുത്തിനകത്ത് കയർ വീണാൽ നെയ്യാറ്റിൻകര ഫയർഫോഴ്സുകാർ വരണം. യൂത കടന്ന പോലെ കിടക്കത്തേ ഉള്ളൂ, തീരത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിട്ടു പോയാൽ നോട്ട് ഡിവൈഡഡ് ക്രോമസോം അറ്റ് യുവർ ബോഡി. ഇംഗ്ലീഷിൽ വെള്ളത്തിൽ ചാടിയാൽ മരിക്കത്തില്ല. ട്രെയിൻ പാളത്തിൽ വീണാൽ
പെരുമ്പാമ്പിന്റെ ശരീരം ഒട്ടുന്നത് പോലെ ഒട്ടും ശരീരം മുറിഞ്ഞാലും അത് കഴിഞ്ഞ് കയറ് കെട്ടി തൂങ്ങാൻ കയറിയാൽ അവിടെ ക്രോമസോം ഡിവൈഡ് ആവും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞു, അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, മരിപ്പാൻ കൊതിക്കൂ, മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്ന് ജീവിക്കാൻ കൊതിക്കുക, സന്തോഷമില്ലല്ലോ. അപ്പച്ചന് നെഞ്ചുവേദന വരുമ്പോൾ എങ്ങനെയെങ്കിലും നിമിഷിക്കൊണ്ട് തള്ളും. 2 ലക്ഷം പോയാലും വേണ്ടിയുള്ള പൈപ്പ് മാറ്റിയിടാൻ മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അന്ന് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാലം വരും. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? അതിനുവേണ്ടിയ സുവിശേഷ പ്രസംഗം. നാട്ടുകാർ ഈ ബോക്സ് രാംഭാഷ കൊടുത്തുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നവർ കേൾക്കണം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോവിഡ് വന്നപ്പോൾ കുറച്ച് കാര്യം. അന്ന് ഒരുവൻ മാത്രം കരയും. ആരാ? 5 മാസം മരണമില്ലെങ്കിൽ ആര് കരയും? അവൻ്റെ പേരെന്താ? ശവപ്പെട്ടിക്കാരൻ. മനസ്സിലാകുന്നവർക്കായി 50% ഓഫർ. സന്തോഷമില്ലല്ലോ. ആഗസ്റ്റ് മാസം ഓണം ആയില്ല, ഇപ്പൊ പത്രം തുറന്നാൽ ഓഫർ ഓഫർ ഓഫർ. സന്തോഷമില്ലല്ലോ. ഏതിന്? സാരിക്ക് ഓഫർ, ചട്ടിക്ക് ഓഫർ, കലത്തിന് ഓഫർ, എല്ലാത്തിനും ഓഫർ. മനസ്സിലാകുന്നവർക്കായി. അന്ന് ശവപ്പെട്ടിക്കാരൻ നെയ്യാറ്റിൻകരയിൽ ഓഫർ വെക്കും 50%. മനുഷ്യൻ മരണത്തിന് വേണ്ടി വരുന്നൊരു കാലം. അതുകൊണ്ട് ഫിലാഡൽഫിയ സഭയോട് സ്വർഗം പറഞ്ഞൊരു കാര്യം, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ദൈവസഭയെ ഞാൻ കാക്കും. സഭയെ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റാൻ എൻ്റെ കാന്തൻ വരാറാ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നാളെ ഇവിടെ യോഗമില്ല. ഈ ജീവന്റെ വചനം കേട്ട് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് വീണ് യേശുവിൻ്റെ വരവിൽ പോകണോ? ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട് അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കൊരു വീടുണ്ട്. അതുകൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി നമുക്കൊരു വീടുണ്ടോ? അതാ യേശുക്രിസ്തുവിൻ്റെ 3-ാമത്തെ പ്രഭാഷണം, മാളികമുറി പ്രഭാഷണം വായിക്കുന്നു. ഇത് മാത്രം സയൻസ് കേൾക്കണം. വീടുണ്ടോ? നിരീശ്വരവാദികളും കേൾക്കാൻ വേണ്ടിയാ ഇപ്പോൾ നെയ്യാറ്റിൻകര പറയുന്നത്. വായിക്കാം. യോഹന്നാൻ 14:1-2-3 ബൈബിൾ എടുത്താട്ട് എല്ലാവരും ഒറ്റ സയൻസ്. യോഹന്നാൻ 14:1-2-3 വായിച്ചാട്ടും മാമേ. യേശു പോയപ്പോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ அருமையான ஊழியக்கார் இங்க உட்கார்க்கிறது. தமிழ் பைபிள் பேசுகிறது. என் அப்பா வீட்டுக்குள்ள கொட்டாரம் இருக்கிறது. Also you are reading English Bible that saying the words John chapter 14:1-3 my father's house Balco Palace. அப்பா വീട്ടുക്കുള്ള കൊട്ടാരം ഇരിക്കുന്നത്. മലയാളത്തിൽ ഇച്ചിരി ഒരു മാറ്റം വന്നതാ. സ്ഥലം അത് യഥാർത്ഥമായി വീട്. യേശു പോയത് ക്രിക്കറ്റ് കളിക്കാനല്ല, 2020 കളിക്കാനല്ല, മെസ്സിയുടെ ഫുട്ബോൾ കളിക്കാനല്ല. യേശു പോയത് വീടൊരുക്കാൻ. അടുത്തത് ഞാൻ പോയി. വായിച്ചേട്ടമ്മ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത എല്ലാവരും സയൻസ് കേൾക്കണം. യേശു സ്ഥലമൊരുക്കാൻ പോയി, വീട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഏക സത്യദൈവം യേശു മാത്രം. തൊഴുക്കൽ കാറൽ മാർഷ് മേങ്കൽസ് ബ്രിട്ടനിൽ, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, നെഹ്റുജി, നമ്മുടെ ബാപ്പുജി രാജ്ഘട്ടിൽ. അത് കഴിഞ്ഞിട്ട് അടുത്തതൂടെ നാട്ടുകാർ കേൾക്കണം. ആരാ? കാറൽ മാർഷ് മേങ്കൽസ് ബ്രിട്ടൻ, ലെനിന് സ്റ്റാലിലും, റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ. എന്നാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ കരമുയർത്തി പറയാം, അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ അവിടെ ഇല്ല. 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. മരിച്ചവർ ആദ്യ ഫലക്കറ്റായി അവൻ ഉയർത്തെഴുന്നേറ്റങ്ങൾ. ഇന്ന് രാത്രി സത്യദൈവ സഭയുടെ ആത്മാവിൽ പറയുന്നു, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. യേശു മടങ്ങി വരും. സയൻസ് അതാ ആണ്ട് എല്ലാവരും കാണണം. ലൈവ് ക്ലിയർ ആക്കണം. എന്നൊരു പേപ്പറെ കാണിക്കുന്നുള്ളൂ. ജീവിക്കാൻ വേറെ 3 ഭൂമി. ശൂന്യാകാശത്തിൽ
ഇന്ന് രാവിലെ മിൽക്കി വേ ഗാലക്സി എല്ലാം പറഞ്ഞു കൊടുത്തു കുഞ്ഞുങ്ങൾക്ക്, പിള്ളേരെല്ലാം സയൻസ് എഴുതിയിട്ടുണ്ട്. സ്വോത്രം. അപ്പോൾ മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെ ആരെങ്കിലും ഗ്രഹം കേട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. സ്വോത്രം. നെയ്യാറ്റിൻകര ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോൾ വഴിയിൽ നിന്ന് പാട്ടും കേട്ടത് കുഞ്ഞമ്മാമ്മയുടെ മാവേ എറിയാൻ പോയി ഇങ്ങനെ ഇരിക്കും, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അപ്പോൾ 9 ഗ്രഹങ്ങളാണ് ഉള്ളത്: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജോഗ്രഫി ടീച്ചേഴ്സിനോട് ചോദിക്കണം, നവഗ്രഹമില്ല, ഇനി അഷ്ടഗ്രഹം, 8 ഗ്രഹം. 9ാമത്തെ പ്ലൂട്ടോയെ കാണാനില്ല. ഇതാ കിടക്കുന്നു. പ്ലൂട്ടോയെ മാറ്റി ജീവിക്കാൻ വേറെ 3 ഭൂമി കർത്താവ് മധ്യാകാശത്തിൽ. ഉടനെ എലോൺ മസ്കിലേക്ക് വരാൻ പോവുക. അടുത്തത് ദാണ്ട് സോളാർ പ്ലാനറ്റിൽ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. അജിബ്രദറിൻ്റെ ലൈവ് പിന്നെ നിങ്ങൾ നോക്കണം. 6000 കോടി വീട്. ഞാനല്ല, ISROയിലെ പിള്ളേരെടുത്ത് തന്ന നോട്ട്, എന്നെ കുറ്റം പറയരുത്. അവർ പറയും പാസ്റ്റർ പ്രസംഗിക്കണം. 6000 കോടി വീട് മധ്യാകാശത്തിൽ. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ തൻ്റെ സഭയെ ചേർക്കാൻ വരും. മാളികമുറി പ്രഭാഷണം, ക്രൂശീകരണം, 5 കമ്പാർട്ട്മെൻറ്റ്. 2 കാര്യം കൂടെ പറയുമ്പോൾ അവസാനിപ്പിക്കാം. എന്താ 5 കമ്പാർട്ട്മെൻറ്റ്? 1 മരിച്ചവരിൽ ആദ്യഫലക്കറ്റയായ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷി, 4 ഞാൻ പറഞ്ഞ പോലെ 2 പേര് ഇവിടെ വരും, മരിക്കും, അവർ ശ്വാസത്തിൽ എഴുന്നേൽക്കും. അതാ 4ാം കമ്പാർട്ട്മെൻറ്റ്. 5 പഴയ നിയമ വിശുദ്ധന്മാർ ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ മധ്യാകാശത്തിൽ വീടൊരുങ്ങി. അപ്പച്ചാമ്മച്ചി, ഇന്ന് രാത്രി നാം ഒരുങ്ങിയിട്ടുണ്ടോ? സ്വോത്രം. നിർത്താം. അപ്പം ആ വീട്ടിൽ പോകണോ ഇവിടെ നിൽക്കണോ? സന്തോഷമില്ലല്ലോ. ഇവിടെ നിൽക്കേണ്ടിയവർക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി. സ്വോത്രം. പോകേണ്ടിയതിന് 7 കാര്യം നടക്കണം. വെളിനാട്ടിൽ പോയ, ഗൾഫ് രാജ്യത്തൊക്കെ പോയ ആരെങ്കിലും ഉണ്ട്? ഒന്നുകൂടെ കൈ ഉയർത്തിയാട്ടെ. ആച്ചാനെ കൈ ഉയർത്തിയോളൂ, ബാക്കി ആരും പോയിട്ടില്ല. അയ്യോ, നെയ്യാറ്റിൻകര ഒന്ന് മോനെ ഒന്ന് നല്ലതായിട്ട് കൈ ഉയർത്ത്, പേടിക്കണ്ട. ഞാൻ കല്യാണമൊന്നും ആലോചിക്കല്ലോ. രത്തരാജ് വാശിപ്പെട്ടിരിപ്പുണ്ട്, പുള്ളി ആലോചിച്ചോളൂ. സ്വോത്രം. ഇന്ന് രാത്രി 10 മണിക്ക് ഞാൻ പൊക്കോളാം. അതുകൊണ്ട് നിങ്ങൾ കരമുയർത്തുന്നത് ഭയപ്പെടേണ്ട. കല്യാണം ആലോചിക്കാൻ പറ്റിയ അരുമയാണ് ഊഴിയക്കാർ മേടയിലൊക്കാറുകത്. അതൊക്കെ താൻ കവലപ്പെടക്കൂടാതെ മനസ്സിലാകുന്നവർക്കായി അരുമയാണ് തിരുമണം അവർ നിങ്ങൾക്ക് തരും, നിങ്ങൾ ജപത്തെ കൊടുക്കുന്നത് മനസ്സിലാകുന്നവർ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ കരം ഉയർത്തിയാട്ട്. ഇപ്പം ശരിയായി. സാറ് വെളിനാട്ടിൽ പാൻ ചെന്ന ഉടനെ ജോലിക്ക് പോയവർ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പം CISFനോട് പറഞ്ഞ് എന്നെ ദുബായിലേക്ക് കൊണ്ടുപോയി, വല്ല രക്ഷയുണ്ടോ? അവൻ ചോദിക്കും: 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 എമിഗ്രേഷൻ, 4 ബോർഡിംഗ് പാസ്, 5 എല്ലാ ക്ലിയറൻസും ഉണ്ടോ എന്ന് നോക്കും, 6 കീ കൂക്കു, എന്താ നമ്മുടെ മെറ്റൽ ഡിറ്റക്ടർ, 7 വിമാനത്തിൻ്റെ സീറ്റ്. സന്തോഷമില്ലല്ലോ? ആരും വെളിനാട്ടിൽ പോയതുമില്ല, ഇത് കണ്ടിട്ടുമില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ കാന്തൻ വരവിൽ പോകാൻ 7 കാര്യം നടക്കണം. 1 രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റു പറയണം. നീ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്താ? മുടിയൻപുത്രൻ പറഞ്ഞ ഒറ്റ കാര്യം: അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. നിന്റെ മകൻ മാനസാന്തരപ്പെട്ട് നീ അനുദപിക്കണം. അറിയായ്മയുടെ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കണം. അനുദപിച്ച നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം ചൊല്ലി വെള്ളത്തിൽ ജ്ഞാനസ്നാനം ഏൽക്കണം. പെന്തിക്കോസിൽ ചേരാനല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. കരമുയർത്തുന്നവർക്കാൽ ജ്ഞാനസ്നാനമേറ്റ നീ ദൈവം ആത്മാവാകുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അത് കഴിഞ്ഞ് ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി അവർക്ക് നൽകി. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവേ. ഇതാ തിരുമേശ. 7ാമത്തെ കാര്യം, പ്രാർത്ഥനാ ജീവിതം നയിക്കണം. ആ കുഞ്ഞിനെ നോക്കി ദൈവം പറയും, സ്വർഗം പറയും: എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. സ്വോത്രം. ഇപ്പൊ ഈ വീടുണ്ടോ എന്നുള്ളത് അതുകൂടെ പറഞ്ഞുതരാം. പെട്ടെന്ന് പോയോണ്ട് പറയാൻ പറ്റത്തില്ല. ഇതുകൂടെ പറഞ്ഞുതരാം. ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കേട്ടോണം, ചെറുപ്പക്കാർ, വാലിബന്മാർ. ഈ ഇരിക്കുന്ന ദിവസത്തിൽ 2 പേരെവിടെ പോയി? നമ്മുടെ സുനിത വില്യംസും വില്യം ബിച്ചുമോർ ശൂന്യാകാശത്തിൽ പോയി, അമേരിക്കയിൽ നിന്നും. അവരവിടെ ചെന്നപ്പോൾ നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണക്ക് വണ്ടിയുടെ ടയർ പഞ്ചറായി. സ്വോത്രം. എല്ലാം കേടായിപ്പോയി.
കൊണ്ടുപോയ കാഷ്യൂനട്ടും കജൂറും അത് കഴിഞ്ഞ് ബദാം പരിപ്പും കുപ്പിവെള്ളം എല്ലാം തീർന്നു. സ്വോത്രം തീരാറായി. അമേരിക്കയിൽ എല്ലാവരും കേട്ടോണം. ഇപ്പോൾ കാര്യം പറഞ്ഞുതരാം. അമേരിക്കയിൽ അന്നത്തെ പ്രസിഡന്റ് ബൈഡനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു പേടകം ഒന്ന് അയച്ചാൽ ഞങ്ങളെ ഇറക്കാം. അമേരിക്കയിൽ നാസ പറഞ്ഞ് ഇനി കൊണ്ടുപോകാൻ പേടകത്തിന് രക്ഷയില്ല. അപ്പോൾ ഈ സുനിത വില്യംസ് ഇന്ത്യക്കാരിയായിരുന്നു, അമേരിക്കൻ പാസ്പോർട്ടായിരുന്നു. അപ്പോൾ ISROയോട് പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒന്ന് വിടാൻ പറ്റുമോ? അവരും പറഞ്ഞു പറ്റത്തില്ല. ബൈഡൻ നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിലാക്കി, PSCയുടെ കണക്ക്. ബാക്കിയൂടെ പറഞ്ഞുതരാം, കേട്ടോണം. അപ്പോൾ ബൈഡൻ മാറി ട്രംപ് വന്നപ്പോൾ ഇവരൊരു വാട്സപ്പ് ട്രംപിനടിച്ച്, അയ്യാ ഞങ്ങൾ ഏറെ നാളായി ഇങ്ക തങ്ങിയിരിക്കുന്നത്, ഒരു പേടകം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വിടണമെന്ന്. ട്രംപ് പായാടിയാണെങ്കിലും ISROയോട് ചോദിച്ചു, അവർ പറഞ്ഞു നടക്കത്തില്ല. നാസയോട് ചോദിച്ചു, അത് നടക്കത്തില്ല. അപ്പം ഈ യഹൂദനെ പിടിച്ച് എലോൺ മസ്ക്, എല്ലാവരും കേട്ടാട്ടെ, എലോൺ മസ്കിനോട് പറഞ്ഞു, കുഞ്ഞെ നമ്മുടെ 2 പേര് ശൂന്യാകാശത്തിൽ കിടക്കുന്ന ഇറക്കാൻ പറ്റുമെന്ന്. എലോൺ മസ്ക് ഇങ്ങനെ പറഞ്ഞു, LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ബാക്കിയൂടെ കേട്ടാട്ട് ഈ യഹൂദൻ ചെയ്തതാ, ഒരു പാരാഗ്ലൈഡർ നേരെ മേളിലോട്ട് വിട്ട് നെയ്യാറ്റിൻകര മാവേന്ന് അണ്ണാൻ ചാടുന്ന പോലെ 2 എണ്ണം പാരാഗ്ലൈഡർ, ഒറ്റ വരവ്. നാസയും വേണ്ട, കാസയും വേണ്ട, ISROയും വേണ്ട. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കപ്പലിനകത്ത് ഇവരുടെ പേടകം വന്നിറങ്ങി. അന്ന് വില്യം വിച്ച്മോർ ഒരു സാക്ഷ്യം പറഞ്ഞു. നിരീശ്വരവാദികൾ കേൾക്കണം, ദൈവം ഇല്ലെന്ന് പറയുന്നവരെ കേൾക്കാൻ വേണ്ടിയാ. വില്യം വിച്ച്മോർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിലെത്തിയത് ദൈവത്തിൻ്റെ കൃപയാ, കരമുയർത്തുന്നവർക്കായി. ഓ, പറഞ്ഞത് സജീവ് ചാത്തന്നൂരല്ല, നാസയുടെ സയൻറ്റിസ്റ്റ്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ യൂട്യൂബിനകത്തെല്ലാം കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിരീശ്വരവാദികൾ കേൾക്കട്ടെ, ദൈവം ഇല്ലെന്ന് പറയുന്നവർ. അദ്ദേഹം താഴെ വന്ന് അമേരിക്കയിലെ നാസയുടെ സയൻറ്റിസ്റ്റ് പറയുക, യേശു മധ്യാകാശത്തിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, കരമുയർത്തുന്നവർക്കാ. ഞങ്ങളല്ല, ഇന്നത്തെ സയൻസ് അത് പറയുന്നെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കാന്തൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എന്ന് രാത്രി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും, ലേവ്യരുടെ യാഗം. മനസ്സിലാകുന്നവർക്കായി നിർത്താൻ പോവാ. കാലുകൾ കൂട്ടിക്കെട്ടുമ്പോൾ നേതസ്സുള്ള പ്രാവിനെ പുരോഹിതൻ നോക്കും. കേട്ടാട്ടെ, ആ പുരോഹിതന്റെ മാർപ്പതക്കത്തിൽ ഒരു കത്തിയുണ്ട്. ആ കത്തിയെടുത്ത് നല്ല പ്രാവിന്റെ കഴുത്തിറക്കും, അതിന്റെ രക്തം അവൻ ആ യാഗപീഠത്തിൽ ലേവിയുടെ പുരോഹിതൻ ഞെക്കും. അപ്പൊ പുറകിൽ ഒരു കാഴ്ചയുണ്ട്, രക്തം തെറിച്ച പ്രാവ് അവിടെ ഇരിപ്പുണ്ട്. ബൈബിൾ കൂടെ കേട്ടോണം. എന്നിട്ട് ഈ ഉടല് കടന്ന് പിടയ്ക്കുക. ഈ ലേവി പുരോഹിതൻ യാഗം കഴിച്ച് താമ്രത്തൊട്ടിയിലെ വെള്ളമെടുത്ത് കർമ്മകാണ്ഡാദികൾ ചൊല്ലിക്കൊണ്ട് യാഗം അവസാനിപ്പിക്കുമ്പോൾ അവന്റെ കത്തി മാർപ്പതക്കത്ത് ഇടാൻ നോക്കുമ്പോൾ പുറകിലൊരു കാഴ്ച, ഒരു പ്രാവിന്റെ മുഖത്ത് രക്തം, മറ്റേ പ്രാവ് ഉടല് വിറയ്ക്കോ. അന്തരാത്മാവിൽ ആരോ പറയുന്നത്, ഇനി നിന്റെ യാഗം കഴിഞ്ഞില്ലേ, കെട്ടഴിച്ചേക്ക. അവൻ ആ കെട്ടഴിക്കുമ്പോൾ തല പോയ ഉടല് മാറുമ്പോൾ രക്തം തെറിച്ച പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലേക്കും ഓടിപ്പോകും. ഇന്ന് രാത്രി സത്യദൈവ സഭയുടെ കൺവെൻഷൻ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും കരമുയർത്തുന്നവർക്കാ നിന്റെ മുഖം കാണുന്ന ഒരു നല്ല നാഥ് ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാറാ. പാറയുടെ പിളർപ്പില് കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. അവസാനിപ്പിക്കാം. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. ടൈറ്റാനിക്കിലാണ് തുടങ്ങിയത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇപ്പം നിർത്തിത്തരാം. യോസഫിനെ കൂടെ ടൈറ്റാനിക് കപ്പലിൻ്റെ ഈ ഇരുമ്പ് കാണാൻ അടിയിൽ പോയി. ഓഷ്യൻ ടൈറ്റാനിക്, ഒരു പേടകത്തിൽ ഒരു ദുബായ്ക്കാരൻ, കാനഡക്കാരൻ, അമേരിക്കക്കാരൻ, ഒരു ഗൾഫുകാരനും കണ്ട 4 എണ്ണം കൂടെ പോയി. എല്ലാവരും പ്രാർത്ഥിച്ചു. കേൾക്കണം, എവിടെ ചെന്നെന്നറിയാവോ? ടൈറ്റാനിക്കിൻ്റെ ആസ്പാസ് ഏകദേശം 450 മീറ്റർ തകർന്ന ഇരുമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ അവരുടെ പേടകം പൊട്ടിപ്പോയി. 4 പേർ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കഥ സഹോദരിമാർക്ക് അരുമயான சின்ன കഥയെ பேசுகிறது. ഒരമ്മ, അവർക്ക് വന്ന് 4 കുളന്തൈ, 3 പെൺകുളന്തൈ. ഒന്ന് വന്ന് 14, രണ്ടാമത്തെ കുളന്തൈ വന്ന് 11, മൂന്നാമത്തെ പെൺകുഞ്ഞ് 9, ഇളയ ഒരു ആൺകുളന്തൈ 1.5 വയസ്സ്. ഒരു വൈകിട്ട് അവർ യാത്രയായി അപ്പനെ തേടി. ഒരു കൊച്ചു വിമാനം സെസ്ന, എല്ലാവരും കേൾക്കണം, ആമസോൺ കാടുകളിൽ രാത്രി പറന്നുപോയി. വിമാനം താഴെ പതിച്ചു. അമ്മ തെറിച്ചു വീണ് മരിച്ചു. പൈലറ്റ് മരിച്ചു. രക്ഷപ്പെടുത്താൻ വന്ന ആദിവാസി മൂപ്പൻ മരിച്ചു. എല്ലാവരും കണ്ട വാർത്ത കേൾക്കണം. 4 കുഞ്ഞുങ്ങൾ ചിതറി വീണു. 14കാരി,
11കാരി 9കാരി പെൺകുട്ടി 1.5 വയസ്സുള്ള ആൺകൊച്ചിന് അവർ നടന്നു ആമസോൺ കൊളംബിയൻ കാട് 40 ദിവസം കാട്ടിലെ വെള്ളവും കനികളുമായി. 40-ാം ദിവസം എല്ലാവരും കേൾക്കണം, അവരിങ്ങനെ കാട്ടിൻ്റെ നാടിൽ കൂടി പോകുമ്പോൾ പട്ടാളക്കാർ റോന്തിയുറ്റുന്നു. അവർ ഈ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു, ഓടി വന്ന് പിടിച്ചു. കുഞ്ഞുങ്ങൾ കാര്യം പറഞ്ഞു. 40 ദിവസം വനാന്തരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ നേരെ മിലിറ്ററി ആശുപത്രി കൊണ്ടുപോയി. 1-ാമത്തെ ബെഡ് 14, അടുത്തത് 11, അടുത്തത് 9. 1.5 വയസ്സുള്ള ആൺകുഞ്ഞ് 3 പേർക്ക് IV ട്രിപ്പ് കൊടുക്കുക. BBC-യുടെ മലയാള മനോരമ അവിടെ നിർത്തി, മാതൃഭൂമി നിർത്തി, ദേശാഭിമാനി നിർത്തി. BBC ഒരു പെൺകൊച്ച് വന്ന് പട്ടാള മിലിറ്ററിക്കാരനോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. അവർ പറഞ്ഞ് 40 ദിവസമായിട്ട് വനാന്തരത്തിൽ കിടന്നതാ, ഞങ്ങളൊരു ട്രിപ്പ് കൊടുത്ത് റെഡിയാക്കുക. ആ പെൺകുഞ്ഞിന് ഒരാൾ 1 മിനിറ്റ് മതി. ഈ BBC-ക്കാരി പെൺകുട്ടി 14 വയസ്സുള്ള മോളിനടുത്ത് എന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ആമസോൺ ദാറ്റ് കൊളംബിയൻ ഫോറസ്റ്റ് ഈവനിങ് ഹെവി റൈൻ ആൻഡ് സൈമുൾട്ടേനിയസ് സ്നേക്ക്. വൈകിട്ട് നെടുമങ്ങാട് പേരിലെ കണക്ക് പെരുമഴ, വനത്തിനകത്ത് പാമ്പ്. 40 ദിവസം. ഹൂ ഈസ് റൂട്ടഡ് ലാസ്റ്റ് 14 days അറ്റ് ആമസോൺ ഫോറസ്റ്റ്. ആരാ നിങ്ങളെ 40 ദിവസം നടത്തി? കൈ ട്രിപ്പ് കയറുമ്പോൾ ആ മൂത്ത മോള് പറഞ്ഞ, അമ്മാമേ ഐ ഡോണ്ട് നോ മാഡം, എനിക്കറിയത്തില്ല. ആൻ അൺസീൻ പവർ, ഒരദൃശ ശക്തി ഞങ്ങളെ കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മുടെ ദൈവസഭയുടെ കൺവെൻഷൻ ഇന്ന് തീരുക. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്ക് സഹോദരിമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ പറയണം. 40 ദിവസം 4 കുഞ്ഞുങ്ങളെ വനാന്തരത്തിൽ കരം പിടിച്ച് നടത്തുവാൻ ഒരു കരം ഇറങ്ങിയെങ്കിൽ ആ കരം എന്നെ അന്ത്യം വരെ നടത്തും. കരം ഉയർത്തുന്നവർക്കായി അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിർത്താം. അവസാന ഭാഗം. യോസഫ് വന്നാട്ട് മോനെ. യോസഫ് അപ്പം ആരായി? മിസ്രയിലെ ഉപപ്രധാനമന്ത്രിയായി. എല്ലാവരും ഇത് കേൾക്കണം. അന്നേരം ചേട്ടന്മാരും എല്ലാവരും കൂടെ അരിയും ചാക്കിനും അത് എന്ന് സ്ഥലമില്ല, സന്തോഷമില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ. അയ്യോ ഭക്ഷണമൊക്കെ റെഡിയാ, രാജൻപാഷ ചിക്കൻ കറി വെച്ചിരിക്കുക, അതുകൊണ്ട് വിഷമിക്കേണ്ടത്, നല്ല ചൂടോടെ കഴിക്കാം, വിഷമിക്കേണ്ട. സ്വോത്രം. ഇത് കേട്ടാട്ട് പറഞ്ഞു തരാം. യോസഫ് ഇപ്പോൾ ഉപപ്രധാനമന്ത്രി, ചേട്ടന്മാർ അരിയും ചാക്കിനോ വന്നത്. അരിയും ചാക്കും മാത്രമല്ല 70 പേർക്ക് വിസ കൊടുത്തു. മനസ്സിലാക്കുന്നവർക്കായി ഇതൊരു നിഴല. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണത് കൺവെൻഷൻ പ്രസംഗ. അല്ലാതെ നിങ്ങൾ പുത്തരിക്കണ്ടത്ത് പോയാലും നെയ്യാറ്റിൻകര ടൗൺ ഹാളിൽ പോയാലും 1 മണിക്കൂർ കൊണ്ട് ദേ പോയി ദാ വന്നു. സന്തോഷമില്ലല്ലോ. വല്ല നോട്ടങ്ങാണ് ഇതുപോലുള്ള കൺവെൻഷൻ എഴുതിയെടുത്തോണം. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി പറഞ്ഞ് പാസ്റ്റർ കൺവെൻഷന് വിളിക്കത്തില്ലെന്ന്. അപ്പോൾ എന്തുവാ കാര്യം? സമയം നീട്ടിയെടുക്കുന്നെന്ന്. നിംസ് ആശുപത്രി ഡോക്ടർ വരാൻ താമസമുണ്ട്. 3 മണിക്കൂർ നമ്മളിരുന്ന് മൊബൈൽ കുത്തും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കൺവെൻഷൻ സ്റ്റേജ് വന്ന് അന്നേരെ തീർത്തുവാണ്. സ്വോത്രം. അപ്പോൾ സിസ്റ്റർ വന്ന് പറയാം, ഡോക്ടർ ഇപ്പോൾ ഒരു ഓപ്പറേഷനല്ല, 2 മണിക്കൂർ ലേറ്റാവും. മിണ്ടാതിരുന്ന് നമ്മൾ മൊബൈൽ നോക്കിയിരിക്കും ഡോക്ടർ വരുന്നവർ. യോഗത്തിന് വന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് നോക്കും. ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പത്തനംതിട്ട സൈഡിലാന്ന് ഇടയ്ക്കിടയ്ക്ക് വാച്ച് ഉയർത്തി കാണിക്കും. പ്രാസ്റ്ററിന് വാർച്ച തരാനല്ല, പ്രസംഗം നിർത്താൻ. മനസ്സിലാകുന്നവർക്ക് ആ ശ്രോത്രം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇത് അന്ത്യകാല സംഭവമാണ്. എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഇന്ന് രാത്രി പറഞ്ഞത് കേട്ടോ. അരിയും ചാക്കും കൊടുത്തു. അപ്പനും ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും വിസ കൊടുത്തു. 70 പരം. ഇതൊരു നിഴലാം. ചെമ്മണ്ണ് നിറഞ്ഞ ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് തള്ളിക്കളഞ്ഞ യോസഫ് മിസ്രൈമിൻ്റെ രഥങ്ങളെ അയച്ചു. അതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രി തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വെളിപ്പെടുമ്പോൾ തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ സ്വർഗീയ രഥങ്ങൾ ഇന്ന് രാത്രി തൊഴുക്കലിൽ ഇറങ്ങാൻ കാലമായി. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഇനി അതിൻ്റെ അടുത്ത ബാക്കി കാഞ്ഞിരംകുളത്ത്. സ്വോത്രം. 3 പ്രഭാഷണം കർത്താവിൻ്റെ വരവ്. ഇനി ബാക്കിയുള്ളത് ഈ മാസം അവസാനം കാഞ്ഞിരംകുളത്ത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി റോഡ്, വീതി, തെരുക്കോട്ട്, ഓൺലൈൻ. മക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ ഒന്നും ചെയ്യണ്ട. പെന്തക്കോസല്ല, യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പരമയാഗമായി ആ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണം. അവൻ്റെ വചനത്താൽ എന്നെ ഉറപ്പിക്കണം. അവൻ്റെ ദിവ്യ കരത്താൽ എൻ്റെ കുടുംബത്തെ അങ്ങ് കാത്തുകൊള്ളണം. ഇന്ന് രാത്രി അങ്ങനെ തീരുമാനമെടുക്കുമെങ്കിൽ
ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേര് ചേർക്കപ്പെടും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. നാളെ യോഗമില്ല. പാട്ട് പാടുമ്പോൾ ഇറങ്ങിപ്പോകരുത്. 2 കാര്യം കൂടെ പറയാനുണ്ടത് അവസാനേ പറയത്തോളൂ. വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവായി മടങ്ങി വരുന്നു. സത്യദൈവസഭേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.